അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാം ഒരു അനിഷേധ്യമായ ഒരു പ്രകൃതി സത്യമാണ്, ഒരു പ്രാപഞ്ചിക സത്യമാണ്. അതിൻ്റെ സത്യത അഹ്ലുസുന്ന വൽ ജമാഅ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിലാണ് ഉള്ളത് എന്നുള്ളതാണ് നാം വിശ്വസിക്കുന്നത്. കാര്യം അങ്ങനെ തന്നെയാണ് താൻ. നമ്മുടെ അഖീദയും ഫിഖ്ഹുമെല്ലാം പൊതുസമൂഹം ഓഡിറ്റ് ചെയ്യുന്ന, സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിലേറ്റവും കൂടുതൽ സമൂഹം ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങളുടെ ഇസ്ലാമികമായ ഭാഗം എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതാണ്. ഏത് കാര്യവും വ്യക്തിപരമായ അവകാശങ്ങളോട് ചേർത്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ഒരു സ്വഭാവം. വ്യക്തിയുടെ അവകാശം സത്യത്തിൽ ഇസ്ലാമിൻ്റെ അഹ്ലുസുന്നയുടെ ഒരു രീതി എന്ന് പറയുന്നത് വ്യക്തിയുടെ അവകാശത്തെ മുൻനിർത്തിക്കൊണ്ട് ലോകത്തെ വായിക്കുക, വിഷയങ്ങളെ സമീപിക്കുക എന്നുള്ളതല്ല. ജനാധിപത്യ രീതിയൊക്കെ നാം നമ്മുടെ സാമൂഹിക ജീവിതം സാധ്യമാകുവാൻ വേണ്ടി നാം സന്ധിയിലായ ഒരു സംവിധാനമാണ്. അത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനപരമായ സംവിധാനമല്ല. തഖ്ലീദിയാണ് നമ്മുടെ മൻഹജ് എന്ന് പറയും. ഇസ്ലാമിൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത്. എല്ലാ ആളുകൾക്കും ഉള്ള അഭിപ്രായം മുഴുവനും കേട്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് അതിൽ ഭൂരിപക്ഷത്തിന്റെ തീരുമാനം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയല്ല തഖ്ലീദിയായ രീതി. യോഗ്യരായ ആളുകൾ പറയുന്നതനുസരിച്ച് കൊണ്ട് പിന്നാലെ നടക്കുക എന്നുള്ളതാണ് തഖ്ലീദിന്റെ രീതി. അത് ചിലതൊക്കെ നമ്മുടെ യുക്തിക്ക് വഴങ്ങുന്നതാവാം, വഴങ്ങാത്തതാവാം, നമുക്ക് ഉത്തരം അറിയുന്നതാവാം, അറിയാത്തതാവാം, എന്തുമാവാം. നാം ദുനിയാവിന്റെ കാര്യം മാറ്റിവെച്ച് ആഖിറത്തിന്റെ കാര്യം തന്നെ നോക്കിയാൽ മുഴുവനും തഖ്ലീദിയല്ലേ. ഖുർആനും ഹദീസും സ്വയം നോക്കി മനസ്സിലാക്കിയിട്ട് പലതും ചെയ്യുന്നു എന്ന് പറയുമ്പോഴും എത്ര ഹദീസാണെന്ന് ലഭ്യമായിട്ടുള്ളത്? 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കി സനദ് സഹിതമെന്ന് ഇമാം ഷാഫി തങ്ങളെ കുറിച്ച് പറയും റഹിമഹുല്ലാഹ്. ഇന്ന് ലോകത്ത് ആകെ ലഭ്യമായ ഹദീസ് മൊത്തം സമാഹരിച്ചു നോക്കിയാൽ അതിൻ്റെ 100-1 പോലും കിട്ടില്ല. മറിച്ച് അവരെ നാം വിശ്വസിക്കുകയാണ്. അതേസമയം ഓരോന്നും അവനവനെ ബോധ്യമായാൽ മാത്രമേ അംഗീകരിക്കൂ എന്ന് പറയുന്ന ഒരു രീതി ഡെമോക്രാറ്റിക്കാണ്, ഡെമോക്രസിയാണ്. ഡെമോക്രസിയെ എവിടെ വെക്കണം, തഖ്ലീദിനെ എവിടെ വെക്കണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ സാക്ഷരത കേരളത്തിലുള്ള മുസ്ലിം സമൂഹം ഇനിയും ആർജിക്കേണ്ടതുണ്ട്. കൂട്ടിക്കുഴക്കുകയാണ് രണ്ടിനെയും. അതുകൊണ്ടാണ് പലതും അവ്യക്തമായി പോകുന്നത്. ജനാധിപത്യ രീതിയിൽ ഒരു മുസ്ലിം ജീവിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണ്? തഖ്ലീദിയായ മൻഹജിലൂടെ സമുദായത്തിന്റെ, ഇസ്ലാം ദീനിന്റെ, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിന്റെ മേഖലയിൽ ജീവിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണ്? ഇതിൽ ദീനുമായി ബന്ധപ്പെടുന്ന സർവ്വതും തഖ്ലീദിയാണ്. നമ്മുടെ ഉലമാഇന്റെ കൂട്ടമായ സംയോജിതമായ സമയോചിതവും സംയോജിതവുമായിട്ടുള്ള
അവരുടെ കാഴ്ചപ്പാടുകൾ തന്നെയായിരിക്കും എന്നും ബാക്കിയാവുന്നത്. നമുക്ക് അപ്പപ്പ തോന്നും അത് കുറച്ച് മോശം അഭിപ്രായമാണ്, അല്ലെങ്കിൽ കാലത്തോട് യോജിക്കാത്ത അഭിപ്രായമാണ് എന്നൊക്കെ. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം, അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. ഇന്നലെ അല്ലെങ്കിൽ മെനിയാന്ന് വന്ന ഒരു ന്യൂസ്, 2 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ പറ്റുന്ന യാത്രാ വിമാനം സ്വല്പം വർഷത്തിനകം ചൈന പുറത്തിറക്കും. 2 സെക്കൻഡ് കൊണ്ട് 100 കെ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് ദുബൈയിലെത്തും. 1 മിനിറ്റ് വേണ്ട അല്ലേ? സാധാരണ നമ്മുടെ യാത്രാ വിമാനങ്ങൾ പോകുമ്പോൾ അതിന്റെ ഡിസ്പ്ലേയിൽ അതിന്റെ വേഗത കൊടുക്കാറുണ്ട്. 590 കിലോമീറ്ററും മാക്സിമം 900 വരെയൊക്കെയാണ് യാത്രാ വിമാനമൊക്കെ പറക്കുന്ന വേഗത. അത് മണിക്കൂറിലാണ്. അത് ഏറ്റവും വലിയൊരു ടെക്നോളജിയുടെ വികാസമാണ്. അണുബോംബ് പൊട്ടിത്തെറിക്കുന്ന പോലെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, മണിക്കൂറുകൾക്കകം ബഹിരാകാശത്ത് പോയി വരാവുന്ന വാഹനങ്ങളെ കുറിച്ചാണ് ഇലോൺ മസ്ക് ഒക്കെ സ്പേസ് എക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മുഖേന ലോകത്തോട് പറയുന്നത്. അതൊക്കെ ഇനിയും ഒരു 50 കൊല്ലമൊക്കെ ദുനിയാവിന് ആയുസ്സുണ്ടെങ്കിൽ നാം ഒരുപക്ഷെ കണ്ടേക്കാവുന്ന കാര്യങ്ങളാണ്. നിലവിൽ അത് സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഒരു മസാല 2 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ദുബൈയിലെത്തുന്ന വാഹനത്തിൽ പോയി വരാൻ പറ്റുന്ന കാലത്ത് ജംഅ കസർ പറ്റുമോ? കാരണം ഇത് വളരെ പെട്ടെന്നാണല്ലോ. ആ മസാലയെ നിർദ്ധാരണം ചെയ്യാൻ പുതിയ ഫിഖ്ഹ് വേണമെന്നായിരിക്കും ഒരുപക്ഷെ സ്വാഭാവികമായി തോന്നുന്ന ഒരു ധാരണ. മാൽക്കം എക്സ് സ്പേസ് എക്സിനെ കുറിച്ച് സംസാരിക്കുന്ന കാലത്ത് 900 അല്ലെങ്കിൽ 950 കൊല്ലം മുമ്പുള്ള വസാലി ഇമാമിന്റെ വജീസിനും വസീത്തിനും എന്ത് പ്രസക്തിയാണ്, നബവി ഇമാമിന്റെ മിൻഹാജിന് എന്ത് പ്രസക്തിയാണെന്നായിരിക്കും. അതുകൊണ്ടല്ലേ കാലോചിതമാക്കണം എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ശക്തമാവുന്നത്. ഞാനൊരു എക്സാമ്പിൾ മാത്രം കൊണ്ടുവന്നതാണ്. മിൻഹാജിൽ നിസ്കാരം കസ്ർ ചെയ്യുന്ന മസാലയെ സംബന്ധിച്ച് പറയുമ്പോൾ നബവി ഇമാമ കൊണ്ടുവന്നൊരു ഇബാറത്തുണ്ട്. ത്വവീലു സഫരി മർഹലതാനി ഫഇൻ ഖതഅൽ അമിയാല ഫീ സഅത്തിൻ കസറ. ത്വവീലു സഫരി മർഹലതാനി, ളുഹറും അസ്റും ഒപ്പം നിസ്കരിച്ച് രണ്ടും ആക്കുവാൻ പറ്റുന്ന യാത്രാ ദൈർഘ്യം, അതിന്റെ ദൂരം 2 മർഹലയാണ്, 132 കിലോമീറ്ററാണ്. ബിസൈരിൽ അഫ്കാലി അവിൽ ബർരി അവിൽ ബഹർ, അതുകൂടിയുണ്ട്. ആ യാത്ര ഭാരം വഹിച്ച് നടക്കുന്ന ഒട്ടകം സഞ്ചരിക്കുന്നത് പോലെ പോയാലും വേയില്ല. കരയിലൂടെ പോകുന്ന യാത്രയായാലും കടലിലൂടെ പോകുന്ന യാത്രയായാലും ഒക്കെ നിയമം തുല്യമാണ്. അതിനുശേഷം ഉസ്താദുമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തഫ്രീഇയായ മസല കൊണ്ടുവന്നു. എന്താ? നബി മുഹമ്മദ് തന്നെയാണ് പറയുന്നത്. ഫഇൻ ഖതഅൽ അമിയാല ഫീ സഅത്തിൻ, ഈ 132 കിലോമീറ്റർ ഒരു നാഴിക നേരം കൊണ്ട് മറികടക്കാൻ പറ്റിയാലോ? ഇവിടുന്ന് കോഴിക്കോടിലേക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് ഏകദേശം തൃശ്ശൂരിന്റെ അടുത്തെത്തുന്ന ഒരു ദൂരമാണ് 132 കിലോമീറ്റർ. അതൊരു മണിക്കൂർ കൊണ്ട് മറികടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ കിതാബ് എഴുതപ്പെടുന്ന 700 കൊല്ലം മുമ്പ് ലോകത്ത് ഇല്ലേതായിട്ട്. കാൽനടയായിട്ടും കഴുതപ്പുറത്തും ഒട്ടക്കപ്പുറത്തും മനുഷ്യർ സഞ്ചരിക്കുന്ന കാലമാണ്. അന്ന് ആ ഇബാറത്ത് തന്നെ അത്ഭുതമാണ്. 1 മണിക്കൂർ കൊണ്ട് അത്ര ദൂരം മറികടക്കാൻ പറ്റിയാൽ കസറ, അപ്പോഴും നിസ്കാരം കസറ ചെയ്യാം. ഈ ഇബാറത്തിന് ഇബ്നുൽ ഖാസിം തങ്ങൾ ബ്രാക്കറ്റിൽ ഒരു അനുബന്ധം ചേർത്തു. വലൗ ഫീ ലഹ്റത്തിൻ, ആ 132 കിലോമീറ്റർ മറികടക്കുന്നത് 1 സെക്കൻഡ് കൊണ്ടാണെങ്കിലും ശരി. 1 സെക്കൻഡ് കൊണ്ട് 132 കിലോമീറ്റർ മറികടക്കുന്ന വാഹനം നിലവിൽ ഇലോൺ മസ്കിന്റെ ഫാക്ടറിയിൽ പോലും ഉണ്ടായിട്ടില്ല. ഒരു 100 കൊല്ലം കഴിഞ്ഞ ലോകത്തെ അഫോർഡ് ചെയ്യുന്നതാണ് 900 കൊല്ലം മുമ്പത്തെ ഫിഖ്ഹ്. അത് ഒറ്റപ്പെട്ട ഒരു ഉദാഹരണമേ അല്ല. അപ്പൊ നമ്മുടെ വലിയ തോതിൽ അത്ഭുതപ്പെടുത്തുന്ന അഹ്ലുസുന്നയുടെ ഉലമാഇന്റെ ഈ പ്രപഞ്ച വായന, ഞാൻ നിസ്സംശയം പറയുന്നു, സലഫികൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും സുന്നികളുടെ അടുത്തെത്താൻ ചുരുങ്ങിയത് 500 കൊല്ലം ഇനിയും സഞ്ചരിക്കേണ്ടി വരും വൈജ്ഞാനികമായി.
സംശയമില്ല. ആദ്യമായി ഈ ഭൂമിയിൽ ഒരാൺ പെണ്ണായി പെണ്ണാണായി ജെൻഡർ ട്രാൻസ്ഫോർമേഷൻ സർജറി നടക്കുന്നത് 1931-ലാണ്. 1931. ഇനിയും 100 കൊല്ലമായിട്ടില്ല. ഒരാണ് പെണ്ണാകുമ്പോൾ ട്രാൻസ്വുമൺ, അല്ലെങ്കിൽ പെണ്ണാണാകുമ്പോൾ ട്രാൻസ്മാൻ. ഇത് ഇന്ന് സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നു. ഇപ്പോ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ആശുപത്രിയിൽ ഒരു ഖത്തീബ് മുക്കാൽ പെണ്ണായിട്ട് ഫുൾ പെണ്ണാകാനുള്ള സർജറിയിലാണ് ഇപ്പോഴും കടന്നിരിക്കുകയാണ്. മുമ്പ് ഖത്തീബായിരുന്നു. കാലം സമൂഹം അവിടെ എത്തി. ഞാൻ അവരുടെ പേരൊന്നും തൽക്കാലം ഒരു പരദൂഷണമായി പറയുന്നില്ല. പക്ഷെ ഈ സർജറി ഭൂമിയിൽ ആദ്യമായിട്ട് നടന്നത് 1931-ലാണ്. പക്ഷെ നോക്കൂ, ഇങ്ങനെ ഒരാൺ പെണ്ണായാലും പെണ്ണ് ആണായാലും എന്താണ് മസ്അല എന്ന് ഇങ്ങനെ ഒരു ആലോചന ലോകത്തോട് ആദ്യമായി പറയുന്ന വ്യക്തി അമേരിക്കക്കാരിയായ കെയ്റ്റ് മില്ലർ എന്ന് പറയുന്ന എഴുത്തുകാരിയാണ്. ട്രാൻസ്ജെൻഡർ ലിംഗമാറ്റ ശസ്ത്രക്രിയയുടെ കമ്പോള സാധ്യതകളൊക്കെ പരിചയപ്പെടുന്ന പുസ്തകം. ഇനി അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ലോകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് നിസ്സംശയം 1931-ലാണ്. പക്ഷെ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ രചിക്കപ്പെട്ട കിതാബിൽ എങ്ങനെയാണ് അതിന്റെ നിയമം പിന്നെ വന്നത്? എന്ന് മിൻഹാജിൽ കാണാം. എങ്ങനെയാണ് എഴുതി വെച്ചത്? ജെൻഡർ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച വ്യക്തിയുടെ കാര്യത്തിലുള്ള പരിഗണനീയമായ നിയമം. ആൺ പെണ്ണായില്ലേ, പെണ്ണാണായി. അപ്പോൾ പരിഗണിക്കപ്പെടേണ്ട നിയമം ഇൻ ബുദ്ധിലത്തതാക്കുഹു. അതും കൃത്യമായ വളരെ സൂക്ഷ്മമായ ഒരു വാക്കാണ്. സ്വത്തം തന്നെ അങ്ങ് മാറിയിട്ടുണ്ട്. ആണ് പെണ്ണായിട്ടുണ്ട്, അല്ലെ പെണ്ണ് ആണായിട്ടുണ്ട്, പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ഏതുപോലെ? രക്തം പാലാകുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ പരിഗണിക്കപ്പെടേണ്ടത് അൽ മംസൂഖ് ഇലൈഹി. എന്തിലേക്കാണോ ഇപ്പൊ മാറിയിരിക്കുന്നത് ആ വർഗത്തിന്റെ നിയമമാണ്. ഒരു പെണ്ണ് ആണായി മാറി എങ്കിൽ ആണിന്റെ നിയമമാണ്. ഒരാണ് പെണ്ണായി എങ്കിൽ പെണ്ണിന്റെ നിയമമാണ്. പ്രസക്തിയുണ്ട് ആ മസലക്ക്. ഒരാണ് പെണ്ണായി മാറി ട്രാൻസ്വുമണായി, ഇസ്ലാമിൽ നിന്ന് അത് ഹലാലാണെന്ന് കരുതിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മുർത്തദ്ദാകും. അത് ഹറാമാണെന്നുള്ള ബോധത്തോടു കൂടെ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ മസ്അല പ്രകാരം മുർത്തദ്ദൊന്നും ആവുന്നില്ല. നിസ്സാരമാക്കുകയല്ല. വൻഭാഗങ്ങൾ അല്ലെങ്കിൽ ചെറുഭാഗങ്ങൾ നിസ്സാരമായി ചെയ്താൽ മുർത്തദ്ദായിട്ടില്ലെങ്കിലും ഒടുവിൽ ആഖിബത്ത് മോശമാകുന്നുള്ളതാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോകുകയല്ല. പക്ഷെ ഈ കക്ഷിയുടെ പിതാവ് മരിച്ചെന്നിരിക്കട്ടെ, ഇപ്പൊ സ്വത്ത് വീതം വെക്കുമ്പോ പെണ്ണായി മാറിയ നേരത്തെ ആണായ ആൾക്കത് പറയാൻ കഴിയില്ല. എനിക്കും വേണം ഡബിൾ, ആൺകുട്ടികൾക്ക് കിട്ടുന്ന അത്ര എനിക്കും വേണം, കാരണം ഞാൻ പണ്ട് ആണായിരുന്നു എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഈ മസാല. അൽ മംസൂഖ് ഇലൈഹിയാണ് പരിഗണിക്കപ്പെടേണ്ടത്. ഫഇല്ലം തുബദ്ദൽ ഇല്ലാ സിഫത്തുൻ. ഇനി ഇവിടെ കോഴിക്കോട് തൊട്ട് മുമ്പ് അച്ഛൻ പ്രസവിച്ചു എന്നൊക്കെയുള്ള ന്യൂസ് നിങ്ങളിൽ ഓർക്കുന്നുണ്ടാവും. ഒരു പെണ്ണിന് ആണാകണം, പക്ഷെ ആണാകാനുള്ള പൂർണ്ണമായ കാര്യമൊന്നും നടന്നിട്ടില്ല. ആണാകുമ്പോ ഈ ആണിന്റെ ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഒരു സാധനം 2-3 കൊല്ലം ഇഞ്ചക്ട് ചെയ്തിട്ട് സ്വീകരിക്കണം. അപ്പൊ പിന്നെ രോഗവും താടിയും ഒക്കെ കിടർക്കും, ശബ്ദമൊക്കെ ഒന്ന് പരിപരുത്തതാവും, നെഞ്ചൊക്കെ ഒന്ന് വീതിയുള്ളതാകും. അങ്ങനെ ഒരു കാര്യം ഒരു കോഴിക്കോട്ടുകാരി അവരിന്നും ഉണ്ട്. അവരുടെ കുട്ടിയെ നോക്കിയിട്ട് കോഴിക്കോട് ചെയ്തു. ആണാകാൻ താല്പര്യമുള്ളത് കൊണ്ട് ബ്രസ്റ്റ് കട്ടും ചെയ്തു. താഴ്ഭാഗം ഒരു സ്ത്രീയുടെ പ്രധാനപ്പെട്ട അവയവം അവിടെ ഉണ്ട്. അതേ കോഴിക്കോട് തന്നെ വേറെ ഒരു പുരുഷന് സ്ത്രീയാകണം. വേറെ പുരുഷന് സ്ത്രീയാകാൻ വേണ്ടി സ്ത്രീയുടെ ഹോർമോണായി ഈസ്ട്രോജൻ സ്വീകരിച്ചു. ഇപ്പൊ രോമങ്ങളൊക്കെ കൊഴിഞ്ഞുപോയി, ശബ്ദമൊക്കെ സോഫ്റ്റായി. ഈ 2 പേര് അന്യോന്യം കണ്ടു കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ അവരൊന്നിച്ച് ജീവിച്ചു, ഗർഭിണിയായി, കുട്ടിയുണ്ടായി.
ആ സമയത്താണ് ശാസ്ത്രം ജയിച്ചു, മതം തോറ്റു, അച്ഛൻ പ്രസവിച്ചു എന്നൊക്കെയുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെ ഇവിടെയുള്ള മീഡിയ നടത്തിയത്. അവിടെ അച്ഛൻ പ്രസവിച്ചിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ വിഷയം കൊണ്ടൊക്കെ കൊണ്ടുപോവുകയല്ല. വജീനുള്ള ഫർജുള്ള മെൻസസ് നടക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണ് അവരുടെ മുല കട്ട് ചെയ്തിട്ടുണ്ട്, മുലയില്ല. അതേപോലെ പെണ്ണിന്റെ ഹോർമോൺ സ്വീകരിച്ച് ലിംഗവും കാര്യങ്ങളും ശുക്ലമൊക്കെ ഉള്ളതാണ്, ശ്രമണൊക്കെയുള്ള ആണ്. പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യകാരണങ്ങളൊക്കെ അള്ളാഹു കണക്കാക്കി ഗർഭമായി, കുട്ടിയായി, എത്രയേ ഉള്ളൂ. അവിടെ ആ മസാലയുടെ സന്ദർഭമാണ്. ഒരു വിശേഷണം മാത്രമേ മാറിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉമ്മ എങ്ങനെയാണോ പെറ്റത്, പ്രസവിച്ചത്, അതേപോലെയാണ് എന്ന് സയ്യിദുന യഹ്യ ഇബ്നു ശറഫ് നവവി റഹിമഹുല്ലാഹ്. ഇത് താനി കിതാബ് എഴുതിയതിന് 700 കൊല്ലത്തിന് ശേഷമായിരിക്കും ഭൂമിയിൽ ഈ മസ്അല അപ്ലൈ ചെയ്യേണ്ടി വരിക എന്ന് എഴുതുന്ന കാലത്ത് എങ്ങനെയാണ് നബവി ഇമാമിന് മനസ്സിലായത്? ന്യൂട്രലായിട്ട് ആലോചിച്ചൊക്കെ എങ്ങനെയാണ് അവർക്ക് എഴുതാൻ പറ്റുന്നത്? ഈ പെണ്ണിനോട് പിന്നീട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ പ്രസവിച്ചിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് പത്രക്കാരൊക്കെ? അപ്പൊ ആ പെണ്ണ് പറഞ്ഞ മറുപടി, എനിക്കൊറ്റ സങ്കടമുള്ളൂ, എൻ്റെ മുലയിൽ എൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റൂലല്ലോ. അതൊക്കെയാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്. അവര് പ്രസവിച്ച കുട്ടിക്ക് അവരവിടുന്ന് പാല് കൊടുക്കാൻ പറ്റൂല, കുപ്പിപ്പാലും പശുപ്പാലും കൊടുക്കേണ്ടി വരും. ഒന്നാം പാപം തിന്നാ തീരില്ല എന്ന് പറയാലോ. ഇനി എന്ത് ചെയ്യും? പോയ മുല തിരിച്ചെത്ര ഫിറ്റ് ചെയ്താലും അത്ര പഴയ മുലയാവൂല. ഇത് ജനാധിപത്യപരമായ അവകാശമാണെന്ന് പറഞ്ഞ് ആക്ടിവിസം ചെയ്യുന്ന കാലത്താണ് ഇതേ വർഗം, മുസ്ലിം സമൂഹം അതിൽ ആൺകുട്ടികളുടെ ശേലാകർമ്മം ചെയ്ത് കളയുന്നു എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ കേസിന് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. കാലം എത്ര പോയാലും അതിന്റെ മുകളിൽ ഫിഖ് ഉണ്ടാകുന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. അത് ട്രാൻസ്ജെൻഡറിന്റെ മസലയായാലും ഇന്റർസെക്സിന്റെ മസലയായാലും AI യുഗമല്ലേ, നിങ്ങൾ പഴയകാലത്തെ ഫിഖും പറഞ്ഞിട്ട് മൻഹജും പറഞ്ഞിട്ടാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏത് യുഗമായാലും എല്ലാ കാലത്തെയും അഫോർഡ് ചെയ്യുന്ന സിദ്ധാന്തങ്ങളാണ് അഹ്ലുസുന്നയുടെ മൻഹജുകൾ.